ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമുക്ക് ഈ ബജറ്റിനെ പറ്റി സംസാരിക്കാം. ഈ ഫെബ്രുവരി 1 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഈ വർഷത്തെ ബജറ്റിനെ പറ്റി വലിയ ചൂടേറിയ ചർച്ചകളോ മറ്റൊന്നും നമ്മള് മീഡിയാസിലൊന്നും നമ്മൾ കണ്ടില്ല. അതെന്തുകൊണ്ടാണ്? അതൊരു എന്താണെന്ന് ചോദിച്ചാൽ ചർച്ചകളൊക്കെ നടന്നു, പക്ഷെ ഭയങ്കര വാഗ്വാദങ്ങൾ ഈവൻ ജനങ്ങളുടെ ഇടയിലാണെങ്കിലും അത് വലിയൊരു ചർച്ചാ വിഷയമായല്ലോ പഴയതുപോലെ. പക്ഷെ അതിനൊരു കാരണം എന്ന് വെച്ചാല് ഈ നമ്മള് പോപ്പുലിസ്റ്റ് ബജറ്റ് എന്ന് പറയുമല്ലോ. പോപ്പുലിസ്റ്റ് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന, അല്ലെ അവരെ ആകർഷിക്കുന്ന, അല്ലെ അവർക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, എസ്പെഷ്യലി അത് മിക്കവാറും ഈ ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സ് അങ്ങനെയുള്ള ടാക്സേഷനിലുള്ള റിലാക്സേഷൻ അല്ലെങ്കിൽ റിബേറ്റ്സ് അല്ലെങ്കിൽ റിഡക്ഷൻ ഒക്കെ വരുമ്പോഴാണ് അത് കൂടുതൽ പോപ്പുലിസ്റ്റ് ആകുന്നത്. ഇനി പോപ്പുലിസ്റ്റ് അല്ലാതെ തന്നെ ഇനിയും സാധാരണ ജനങ്ങളെ അഡ്വൈസ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ബജറ്റ് ആണെങ്കിൽ, അതായത് ടാക്സ് റേറ്റ് കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ സ്ലാബ് കുറയ്ക്കുക, പിന്നെ മിനിമം എക്സംഷൻസ് കൂടുക, അങ്ങനെയൊക്കെ വരുമ്പോഴും അത് പോപ്പുലിസ്റ്റ് അല്ലെ അൺപോപ്പുലർ ആകും. അപ്പം അന്നും ഈ സാധാരണ കോമൺ ആൾക്കാരുടെ ഇടയിൽ ഡിസ്കഷൻസും ചൂടേറിയ ചർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം എന്താ പറ്റുന്നത് വെച്ചാല് ഇത് ഒരു ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യത്യാസവും കഴിഞ്ഞ ബജറ്റിൽ നിന്ന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് ഈ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാര്, മിഡിൽ ക്ലാസ് അങ്ങനെയുള്ള അവരെയൊന്നും ഇത് കാര്യമായിട്ട് ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ അവരെ ഇമ്പാക്ട് ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പം ഈ പ്രശ്നത്തെ ഇത് കൂടുതൽ ഒരു ഡെവലപ്മെന്റ് ബജറ്റാണ്, അതായത് പറയാം. അപ്പൊ അത് കൂടുതലും ഈ കോർപ്പറേറ്റ് ലെവലില്, പിന്നെ എക്കണോമിസ്റ്റുകളുടെ ഇടയില്, പിന്നെ പൊളിറ്റിക്കൽ ലെവലിലൊക്കെയാണ് അതിന് കൂടുതലും ഡിസ്കഷൻ, സാധാരണ ജനങ്ങളിലേക്കാണ് കൂടുതൽ. അപ്പൊ 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കണമെന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ഒരു ഔട്ട്ലുക്ക്. അതിനുവേണ്ടിയാണ് അത് വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈന് അല്ലെങ്കിൽ ഒരു സ്ലോഗൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, ഇപ്പം ഓൾറെഡി ഇന്ത്യ 3ാമത്തെ എക്കണോമി അല്ലെ, ലാർജസ്റ്റ് എക്കണോമി അല്ലെ എന്ന് ചോദിക്കും. ശരിയാണ്. പക്ഷെ അത് നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആയി എന്നുള്ളതിന്റെ തെളിവല്ല. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 140 കോടി ആൾക്കാര് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ പോപ്പുലേഷൻ കൊണ്ട് നമ്മുടെ GDP ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ് ഇപ്പോഴും. അത് വളരെ മറ്റുള്ള വലിയ ഡെവലപ്ഡ് രാഷ്ട്രങ്ങളുടെ ആ നിലയിലോ അതിന് മേളിലോ അതിനടുത്തോ വരുമ്പോഴാണ് നമ്മളൊരു ഡെവലപ്ഡ് രാഷ്ട്രം. അതാണ് ഈ 2047 ചെയ്യാവണമെന്ന് ഈ ഗവൺമെന്റ് അല്ലെ BJP ആഗ്രഹിക്കുന്നത്. പൊതുവെ ഈ ബജറ്റ് നല്ലതായിരുന്നോ അതോ മോശമായിരുന്നോ? അതാണ് നമ്മൾ പറഞ്ഞതുപോലെ, ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാർ, കോമൺ ആയിട്ടുള്ള ആൾക്കാർ, സാലറിയുടെ, മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, ആ ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യക്ഷമായിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ട് തോന്നത്തില്ല. കാര്യം ടാക്സിലൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, സ്റ്റാൻഡേർഡൈസേഷനിൽ മാറ്റം ഉണ്ടായിട്ടില്ല, ഇൻകം ടാക്സ് റേറ്റുകളിലോ സ്ലാബുകളിലോ ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പം പ്രത്യേകിച്ച് ഇപ്പൊ ഈവൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ പോലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മള് ഇപ്പം എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിന്, അതിന്റെ ഗെയിനില് ഉണ്ടാകുന്ന ടാക്സിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പം അവർക്കൊന്നും അതുകൊണ്ടൊരു പ്രയോജനം പ്രത്യേകിച്ച് തോന്നത്തില്ല. പക്ഷെ ഇതിനകത്ത് ചില പ്ലസ്സുകൾ, നമുക്ക് പ്ലസ്സുകൾ ഉണ്ടെങ്കിലും ഈ മേജറായിട്ട് പറയേണ്ട കുറെ പോയിന്റ്സ്, പ്ലസ്സുകൾ അല്ലെങ്കിൽ അതിന്റെ മെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം ഇൻക്രീസ് ഉണ്ടാവുകയും 12.2 lakh crores ആണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഔട്ട്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇലക്ട്രോണിക്സിന്, അതുപോലെ MSME, ഒരു ചാമ്പ്യൻ MSME എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് 10,000 crores അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ 2.0 എന്ന് പറയുന്ന ഒരു മിഷൻ, അത് നമ്മുടെ മുന്നോട്ടുള്ള വഴിയിൽ, അതായത് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതായത് ഈ ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ചെയ്യുന്നതാണ്. അതിപ്പം
അത് ഇന്ത്യയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയുടെ ടെക്നോളജി ഡെവലപ്മെന്റിലും അത് ഇന്ത്യയെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇത് പിന്നെ സാധ്യതകളും ഒക്കെ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഓഫ് കോഴ്സ് ഡിഫൻസിന് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഔട്ട്ലേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.3% കൊണ്ടുവരാനുള്ള ശ്രമം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്സ്പെൻഡിച്ചർ കൂടുതലാവുമ്പോഴാണ് റിസിപ്റ്റിനേക്കാൾ കൂടുതലാവുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ ആ ഡെഫിസിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ അത് എന്താ സംഭവിക്കുന്നത്? അതിന് കൂടുതൽ നമ്മൾ പണം കണ്ടെത്തേണ്ടി വരും. അപ്പം ബോറോയിങ് നടത്തും, ഗവൺമെന്റ് ബോറോയിങ് നടത്തും. അപ്പൊ ബോറോയിങ് നടത്തുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, അത് ഇൻഫ്ലേഷനെ ബാധിക്കും. അത് അങ്ങനെയുള്ള ഒരു ട്രെൻഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതിനൊരു ഫിസിക്കൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. ആ ഡിസിപ്ലിൻ ഉണ്ടാകാനാണ് ഈ 4.3 അല്ലെ ആ റേഞ്ചിലേക്ക് കൊണ്ടുവരണമെന്ന് ഉള്ള ഒരു നോം ഉള്ളത് ആക്ച്വലി. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് എസ്റ്റിമേറ്റ് ആണ്, അത് അങ്ങനെ തന്നെ നടക്കുമോ എന്ന് നമുക്ക് പിന്നെ അടുത്ത വർഷം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇന്നത്തെ വേറൊരു കാര്യം, ഇപ്പൊ ചില TCS ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് TDSന്റെ വേറൊരു രൂപമാണ്. അത് നമ്മള് TDS എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഡിഡക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇത് കളക്ട് ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അതായത് സെല്ലറാണ് ഇത് ആക്ച്വലി ഇത് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ ഫോറിൻ ടൂറുകൾക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസിൽ, അതായത് എഡ്യൂക്കേഷന്, മെഡിക്കൽ പർപ്പസിന് വേണ്ടിയൊക്കെയുള്ള ഇതില് അതിന്റെ TCS റേറ്റ് 2% ആക്കി കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂർ പാക്കേജിനും അതുപോലെ 2% ആക്കി കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സാധാരണ ആൾക്കാരെ ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ വേറെ ഒരു നമ്മൾക്ക് മൈനസുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസസ് അല്ലെങ്കിൽ ചെയ്യാമായിരുന്നുള്ള ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുറച്ചുകൂടെ, അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടാക്സ് റിബേറ്റ്സ് അല്ലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ള ഒരു ഇൻക്രീസ് ഒക്കെ കൊടുക്കാമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാമായിരുന്ന ഒരു കാര്യം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. പിന്നെ ചെയ്യാമായിരുന്നത് ഈ സാധാരണ ആൾക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലും ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നത് ഒന്നും അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ കാണുന്നില്ല. പിന്നെ ഈ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. അത് F&O, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അത് പൊതുവെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒരു സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിനകത്ത് അതിന്റെ ടാക്സ് റേറ്റ്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മാർക്കറ്റിൽ അതൊരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി. ആ ബജറ്റ് വന്ന സമയത്ത് ശരിക്കും എക്സ്ചേഞ്ച് കുറച്ച് താഴോട്ട് പോയായിരുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് നമ്മളിപ്പം പറയുമ്പോൾ ഇതിനകത്തൊരു ഡെവലപ്മെന്റ് ബജറ്റ് ആണ്. പക്ഷേ നമ്മൾ സാധാരണ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു വർഷത്തേക്കുള്ള ഔട്ട്ലേ, ഒരു വർഷത്തേക്കുള്ള അതിന് വരുമാനം, ഒരു വർഷത്തേക്കുള്ള അതിന്റെ എക്സ്പെൻഡിച്ചർ, അതിന് എന്താണ്, അതിന്റെ എന്തെല്ലാം പോളിസികളാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടാക്സ് കളക്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു ബജറ്റിൽ കൂടെ വിവക്ഷിക്കുന്നത്. ആക്ച്വലി നമ്മൾ എത്ര റിസിപ്റ്റ് ചെയ്യും, അത് എങ്ങനെ റിസീവ് ചെയ്യും, അത് എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ഒരു നല്ലൊരു ശതമാനം, ഒരു ബിഗ് പെർസെന്റേജ് ഓഫ് മണി ഈ പറഞ്ഞ ഈ റിസിപ്റ്റ്സിനകത്ത് പോകുന്നത് അവരുടെ സാധാരണ എക്സ്പെൻഡിച്ചേഴ്സിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി, മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഗവൺമെന്റ് എക്സ്പെൻസസ്, ഗവൺമെന്റ് സാലറികളെ, എംപ്ലോയീസിന്റെ സാലറികളെ, ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ക്യാപെക്സ്, റോഡുകൾ ഉണ്ടാക്കുക, പാലങ്ങൾ ഉണ്ടാക്കുക, ഇൻഡസ്ട്രികൾ ഉണ്ടാക്കുക, അല്ലെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുക. പക്ഷെ അപ്പം നമ്മൾ ഈ ഔട്ട്ലേ കൂട്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അടുത്ത വർഷം ഉണ്ടാകാൻ പോകുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. പണ്ട് നമ്മൾ പ്ലാനിംഗ് കമ്മീഷനിൽ അല്ലെ ഒരു പഞ്ചവത്സര പദ്ധതിയൊക്കെ ചെയ്യുന്ന പോലെ
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിനൊരു 5 വർഷത്തെ പ്ലാൻ ചെയ്യുക, 5 വർഷം അങ്ങനെ ഒരു കാര്യം അതുപോലെ തോന്നുന്നു. നമ്മൾ ഇപ്പൊ ഈ ബജറ്റിനെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു 1 year ആനുവൽ ബജറ്റ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ഓഫ് ഒരു ലോങ് ടൈം ബജറ്റ് ആണ്. ഓക്കെ, അത് മോശമാണെന്നല്ല പറഞ്ഞ്, പക്ഷെ ഈ ഒരു വർഷത്തെ അതിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് നോക്കിയാൽ ഈ ബജറ്റിൽ പ്രത്യേകിച്ച് അതിനൊരു ഇത് കാണുന്നില്ല. അത് സാധാരണ ജനങ്ങൾക്കായാലും രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ആയാലും എക്കണോമിക് ഡെവലപ്മെന്റ് ആയാലും എന്താണെന്ന് നമുക്ക് അത്ര പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പം പിന്നെ നമ്മൾ ചോദിക്കുന്നത് ഈ കേരളത്തിന് എന്താണ് ഈ ബജറ്റ്? ശശി തരൂർ പറഞ്ഞ പോലെ ഇൻവിസിബിൾ കേരള ആയിരുന്നു ഈ ബജറ്റിനെ സംബന്ധിച്ച്. കേരളത്തെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ആക്ച്വലി. ഇപ്പൊ കേരളത്തിന് എയിംസ് കിട്ടുമെന്ന് പറഞ്ഞു, അത് കിട്ടിയില്ല. പിന്നെ അതുപോലെ കൂടെ ആൾക്കാർ ഇപ്പം ട്രോൾ ചെയ്യുന്ന പോലെ ഒരു ആമ സംരക്ഷണ കേന്ദ്രം, പിന്നെ റെയർ എർത്തിന്റെ ഒരു കോറിഡോർ, ഇങ്ങനെ ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ള കാര്യമായിട്ട്. പിന്നെ ഒരു നാളികേര കോർപ്പറേഷൻ എന്തോ ചെയ്ത, കേരളമാണോ ആസ്ഥാനം എന്നറിയത്തില്ല, പക്ഷെ അതിന് ഗുണം കേരളത്തിനോട് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒന്നും ഒരു ഡെവലപ്മെന്റ് അല്ലെ അതിന് ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒരു ഔട്ട്ലേയും കേരളത്തിന് വേണ്ടി ഒരു നല്ല റെയിൽവേക്ക് ഒരു പദ്ധതിയോ ഒന്നും അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തറിയാം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ഷൻ വരുമല്ലേ, അപ്പൊ ഈ ഇതെല്ലാം ഇലക്ഷന് വേണ്ടി മാറ്റിവെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇലക്ഷൻ വരുമ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തണമല്ലോ. എന്നിട്ട് BJP ഭരണത്തിൽ വരുവാൻ ഡബിൾ എഞ്ചിൻ ആയിരിക്കും, അപ്പം ഇതിൽ കൂടുതൽ ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറെ ഇത് കൊടുക്കും. അത് ഒരു BJPയുടെ ഒരു സ്ഥിരം ടാക്ടിക്സ് ആണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ശരിക്കും ചെയ്യുന്ന കാര്യമാണ്, ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അത് കേരളത്തിലും വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം വിജയത്തിൽ അത്ര വിജയിക്കത്തില്ല. കാര്യം ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായില്ലേ? ബജറ്റിൽ ഉൾക്കൊള്ളിക്കാതെ മാറ്റിവെച്ചിട്ട് ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിക്കുകയാണെന്ന് കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് വിശ്വാസം. എനിവേ, കേരളത്തിന് ഒന്നും തരാതെ പോകത്തില്ല. ഇലക്ഷന് മുമ്പ് എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ കിട്ടും, കുറെ ട്രെയിനുകളും കുറെ ഈ പറഞ്ഞ ഇപ്പം തന്നെ ഈ അതിവേഗ റെയിൽ കോറിഡോർ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടെങ്കിലും നമുക്ക് കേരളത്തിന് മാത്രമില്ല. അപ്പൊ കേരളത്തെ അതിനകത്ത് ഉൾപ്പെടുത്തുമെന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ എയിംസും മിക്കവാറും കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പം അത് അങ്ങനെയാണ് എനിക്ക് കാണാൻ താല്പര്യം. നമുക്ക് നോക്കാം, ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. അതായത് US ഇന്ത്യ താരിഫ് കരാറ് ഈ ബജറ്റിനെയും ഈ എക്കണോമിയെ എങ്ങനെ അത്? അതെ, ആക്ച്വലി അത് നല്ല ചോദ്യമാണ്. അത് സംസാരിക്കാതെ ഈ ബജറ്റിനെ പറ്റിയുള്ള ഒരു നമ്മൾ വിശകലനമൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചത് പൂർത്തിയാകത്തില്ലെന്നതാണ് സത്യം. കാര്യം എന്ന് വെച്ചാല് ഇത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ US കരാർ. ഇപ്പൊ ഇന്ത്യ ടാരിഫ് കരാറിനെ പറ്റി കുറച്ചൊക്കെ കാര്യങ്ങള് ഈ ട്രംപ് എക്സിൽ ഇതിന്റെ പോസ്റ്റിൽ നിന്നും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ, അല്ലാതെ ഒരു ഗവൺമെന്റിൽ നിന്ന് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു വൈറ്റ് അതെന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിടത്തോളം സംഭവം ഇതാണ്: ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, അമേരിക്ക ഇന്ത്യയിൽ നിന്ന് പിന്നെ ഇറക്കുമതി ചെയ്യുന്നതിന് 18% ടാരിഫാണ്. അപ്പൊ അതിന് മുമ്പേ ഒരു 25% ആയിരുന്നു നേരത്തെ ഉള്ള റെസിപ്രോക്കൽ ഇതെന്ന്. അപ്പം റെസിപ്രോക്കൽ അല്ല, കൂട്ടിയ നിരക്കെന്ന് പറയുന്നത്. അതിപ്പം 18 കുറച്ചു. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും 25 നിന്ന് 15 കുറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഈ 25 ആക്കുന്നതിന് മുമ്പേ ഇതിലും വളരെ കുറവായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ചുരുക്കത്തിൽ 18% എന്ന് പറഞ്ഞാൽ കുറവല്ല, കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യ തിരിച്ചുള്ള ഇതുണ്ടല്ലോ പല കാര്യങ്ങൾക്ക്, എസ്പെഷ്യലി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് പോലുള്ള പല കാര്യങ്ങളിലും 0 ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ കേട്ടെടുത്തോളം ഈ US നിന്ന് ഒരു $500 ബില്യൺ എങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു നിബന്ധന ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ നമ്മളെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെയും അതുപോലെ പ്രത്യേകിച്ച് ഇവിടുത്തെ കർഷകരെ ഒക്കെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുള്ള ഒരു എഗ്രിമെന്റ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാല്, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുതെന്നൊരു നിബന്ധന ഈ എഗ്രിമെന്റിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് US നിന്ന് വെനസ്വേലയ്ക്ക് വാങ്ങിക്കാം. അപ്പൊ എന്ത് പറ്റുന്നു, നമ്മൾ വില കൂട്ടിയായിരിക്കണം അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നത്. അപ്പൊ അത് നമ്മുടെ എക്കണോമിയെ ബാധിക്കും. അപ്പൊ ഈ ബജറ്റ്
പൂർണ്ണമായിട്ട് നമ്മള് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഈ യു എസ് ഇന്ത്യ എഗ്രിമെന്റിന്റെ എഫക്റ്റ് കൂടെ നമ്മൾ അതിനകത്ത് ഫാക്ടറിൻ ചെയ്യണം. എന്നാലേ ശരിക്കും പറഞ്ഞാൽ ഈ ബജറ്റിനെ പറ്റിയുള്ള ഒരു 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 അവലോകനം അല്ലെ അതിനെ പറ്റിയുള്ള ഇത് പൂർണ്ണമാകത്തുള്ള എന്നുള്ളതാണ് സത്യം. അപ്പം എനിവേ ഇതൊരു വികസിത ഭാരത് ബജറ്റ് ആകട്ടെ ലോങ് ടേമില്, പക്ഷെ ഷോർട്ട് ടേമില് അല്ലെങ്കിൽ നെക്സ്റ്റ് 1 ഇയർ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ടേം ഈ ബജറ്റ് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഇത് ശരിക്കും പറഞ്ഞതൊക്കെ പറ്റുകയാണെങ്കിൽ മേ ബി 3 to 4 years ഓഫ് ടൈം, മീനിങ് നമ്മുടെ പറഞ്ഞ പോലെ പഞ്ചവത്സര പദ്ധതി പോലെ ഇതിന് പ്രയോജനം ഉണ്ടാകാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മള് ഇവിടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെയും ഇത്രയും നേരം ഞങ്ങളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കുള്ള റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഞങ്ങൾക്ക് വേണ്ട എൻകറേജ്മെന്റും സപ്പോർട്ടും നിങ്ങളുടെ വേണം. അപ്പം തുടർന്ന് ഞങ്ങള് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. അതുവരെ ടേക്ക് കെയർ. Bye. Thank you. See you soon.